ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഹയറഫൻറ്റിൻ്റെ ഒരു എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. നിങ്ങളുടെ സ്ട്രെങ്തിലേക്ക് നിങ്ങൾ എത്തണമെന്നുള്ള ഒരു തീരുമാനം ചിലപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ റിലേഷൻഷിപ്പ് എൻഡാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളോട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് പറയേണ്ട ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് വേണമെന്നുള്ളതാണ്. നോർമലി പറയും പോലെ പറയാൻ ഒരുപക്ഷെ പറ്റില്ലായിരിക്കാം. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ സ്ട്രെങ്ത് സംഭരിക്കാൻ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഏഞ്ചൽസിനെയൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളെയോ ദൈവത്തിനെയോ ഒക്കെ നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏതൊരു തടസ്സങ്ങൾ നിങ്ങളുടെ നേരെ വന്നാലും അതിനെ നിങ്ങൾക്കിവിടെ മറികടന്ന് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിലേക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെ തടുത്തു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഹയറഫൻ്റ് എനർജി എന്ന് പറയുമ്പോൾ നല്ലതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരുപാട് അറിവും വിജ്ഞാനവും ഒക്കെ നേടിയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെ പോസിറ്റീവായി പെരുമാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാനും ഒരു മനസ്സ് തോന്നിക്കുമെന്നുള്ളതാണ്. ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ് നിങ്ങൾക്കുള്ളത്. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുറേ ആൾക്കാർക്ക് ഇതൊരു പ്രണയത്തിൽ വീണുപോയൊരു സമയമാണ്. ഒന്നുകിൽ നിങ്ങൾ പാസ്റ്റിൽ നിന്നുള്ള ഒരാളുമായിട്ടൊന്ന് റീകണക്റ്റ് ചെയ്യുന്നതായിരിക്കാം. കാരണം ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വന്നതായിരിക്കാം. അപ്പോൾ ഒരു ലവ് എനർജി എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ വളരെ ഹൈ ആണ്. ഇത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം എത്തുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല എന്ത് ചലഞ്ചും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടെങ്കിലും ചോയ്സ് എല്ലാം വളരെ കെയർഫുള്ളി നിങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു ചെറിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു കാര്യമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളതിന് തുടക്കം കുറിക്കുമെന്നുള്ളതാണ്.
നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റിയ ഒരു കാര്യം, ഒരു ജോലിയോ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു റിസൾട്ട് വരുന്നു എന്നുള്ളതാണ്. എന്തിനാണോ നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുത്തത് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് ഒരുപാട് ലാഭം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ വർക്ക് പ്ലേസിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് പൈസ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങളെടുത്ത എഫേർട്ടിന് പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ 3 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങൾ കുറച്ചുകൂടി ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു എനർജി ഉണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു എനർജി ഇതിലുണ്ട്. ചില ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾ ഒരുപക്ഷെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറൊക്കെ നടക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ സെൽഫ് കെയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെയും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മളെ വേണ്ടവിധം ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി നിങ്ങളൊന്ന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടായിരിക്കാം, എനിക്ക് പ്രാധാന്യം കിട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇനഫ് ആണെന്നൊരു തോന്നൽ വേണം. എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ. നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങുക. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാതെ സെൽഫ് കെയർ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന ചില തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഹീലിംഗ് പവർ, അതായത് ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹീലറാണ്. അപ്പോൾ ആ ഹീലിംഗ് പവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ നൊമ്പരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നത് പതിയെ പതിയെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അധികാരവും പ്രതാപവും ഒക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയൊക്കെ നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത ജോലി അത് ചിലപ്പോൾ മറ്റാരുടെയെങ്കിലും ഒരു ഇടപെടൽ കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും ലഭിക്കാനുള്ളൊരു സാധ്യത കൂടി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളാവാം നിങ്ങൾ. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വലിയ വില ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുകയും അവർ അത് അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി ലെവൽ എത്രമാത്രമാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടേതായ ഒരു സിംഹാസനം ഉണ്ടാക്കി അതിലിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ സെൽഫ് മെയ്ഡ് ആണെന്ന് സ്വയം തോന്നുന്ന ഒരു സമയമാണ്. അതായത് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യം
എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഈ സമയം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അതിലെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ബെറ്റർ പേഴ്സൺ ആകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലേക്ക് ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കിട്ടുന്ന ഒരു സമയമാണ്. ഈ സമയം ശരിക്കും വളരെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചാരിറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്ത എന്തോ ഒരു പ്രവൃത്തിക്ക്, അല്ലെങ്കിൽ അത്രമാത്രം എഫേർട്ട് എടുത്ത എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പ്രതിഫലം വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ശരിക്കും നിങ്ങൾ കുറേയധികം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തെ ഈ സമയം തിരഞ്ഞെടുക്കുന്നുണ്ടാവാം. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങൾക്കൊരു ദൃഢനിശ്ചയം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നിങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് ഈ സമയം വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിൽ പവർ നിങ്ങൾ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് കൂടി ഈ സമയം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെയാണ് നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എങ്കിൽ ഈ സമയം അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്, അല്ലെങ്കിൽ എന്തെല്ലാം കഴിവുകൾ നിങ്ങൾക്കുണ്ട്, അതുപോലെ നിങ്ങൾക്ക് സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം ഒരുപാട് സന്തോഷവും വിക്ടറിയും ഒക്കെ ഉള്ളൊരു സമയമാണ്. നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അതിനൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് വിക്ടറിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈശ്വരൻ തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ കുറേ ആൾക്കാർക്ക് ഇതിലൊരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ചവിട്ടി താത്തിരുന്നവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കുവാനുള്ള ഒരു അവസരം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ള ഫലം ദൈവം തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു ചേഞ്ചാണ്, നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. ചില ആൾക്കാർക്ക് നിങ്ങൾ ഒറ്റയ്ക്കൊരു ട്രാവൽ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നടക്കുന്നുണ്ടാവാം. അതുപോലെ നിങ്ങളുടെ ജീവിതം സുന്ദരമാക്കുവാനുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അത് സ്വയം ചെയ്തു തീർക്കുമ്പോഴുമുള്ള ഒരു സംതൃപ്തി, അത് ഈ സമയം നിങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വളരെ കോൺഫിഡൻസോടു കൂടി വളരെ സന്തോഷത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കോൺഫിഡൻസോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്ത കാര്യം, അങ്ങനെ നിങ്ങൾ വളരെ അധ്വാനിച്ച ഒരു കാര്യത്തിന് ഒരു ഫലം, അത് പ്രതീക്ഷിച്ച് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ഫലം നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും ഉപരിയായിട്ട്
നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.